ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരാനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ആളുകൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച്, അതായത് സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയാണ്. അതായത് സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് ആ എക്സാമിൻ്റെ സിലബസ് വരുന്നത്, നമുക്ക് പഠിച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കിൽഡ് അസിസ്റ്റന്റ് പോസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു സാധ്യത തന്നെയാണ്. PSCയിൽ എല്ലാ പ്രാവശ്യവും, ഒരുപക്ഷെ എല്ലാ വർഷങ്ങളിലും എക്സാം വരുന്ന ഒരു പോസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സാം വിളിക്കാറുണ്ട്. സോ ഇത്തവണയും വന്നിട്ടുണ്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പോസ്റ്റ് തന്നെയാണ് സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. 14/2024. അപ്പോൾ ഇതിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ് കേട്ടോ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. നല്ലൊരു സാലറി, സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇൻഹാൻഡ് സാലറി ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഒരു 45,000 മുതൽ 50,000 അടുത്ത് വരെയൊക്കെ സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അതേപോലെ വേക്കൻസീസ് പറയുകയാണെങ്കിൽ ഇത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ട്രിക്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് എക്സാം എഴുതാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കുറയാണ് ചില, അതായത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആകുന്ന സമയത്ത് ഓരോ ഡിസ്ട്രിക്ട്സിലും വരുന്ന നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസീസ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ഇടുക്കിയിൽ ഒരു വേക്കൻസിയാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. അതൊരു വേക്കൻസി അല്ല കേട്ടോ, അതിന് വേക്കൻസി ഇൻക്രീസ് ചെയ്യും. ഇപ്പം നിലവിൽ വന്ന വേക്കൻസിയാണ്. അതേപോലെ ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഇത്രയും സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഇപ്പം നോട്ടിഫൈ ചെയ്തിട്ടില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വേക്കൻസി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ പോസ്റ്റുകൾ ഇവിടേക്കൊക്കെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ. സോ ഡെഫിനറ്റ്ലി ഇവിടെയൊക്കെ വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ശരിക്കും ഈ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ, സ്കിൽഡ് അസിസ്റ്റന്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ്. ഇതിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ കണ്ടതുകൊണ്ട് പല ആളുകളും ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. നോക്കണേ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? THSLC ഇൻ ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ്. അത് വളരെ കുറഞ്ഞ ആളുകൾക്കാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക. പിന്നെന്താണ്? പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് SSLC മാത്രം പോരാ, ആൻഡ് ആട്ടോ പറഞ്ഞത്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ, NTC ഇലക്ട്രീഷ്യൻ, അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ വേണം. അതും ഈ പറഞ്ഞ പോലെ IT ഉള്ള ആളുകൾക്കാണ് അത് ഉണ്ടാവുക. ദെൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർസ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ്. ഇത്രയായിരിക്കും നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു പോസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ഇക്വലൻസ് ആയിട്ട് എന്തൊക്കെ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പല ആളുകൾ ആ ലിങ്ക് കണ്ടിട്ടുണ്ടാവില്ല. സോ ഇതിൽ പറഞ്ഞ, അതായത് PSC തന്നെ പറയാണ് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. നോക്കിയേ, NTC ഇലക്ട്രീഷ്യന് ഇക്വലന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് KGCE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ SCVT ഇലക്ട്രീഷ്യൻ അപ്ലൈ ചെയ്യാൻ പറ്റും. പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതേപോലെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറ്റും. BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറ്റും. BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറ്റും. എന്ന് വെച്ചാൽ BTechകാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ. അതായത് BTechകാരൊന്നും ഇപ്പോഴും അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഇത് നമ്മൾ എല്ലാവരും ചിന്തിക്കുക എന്താണ്, ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു IT ലെവൽ പോസ്റ്റാണ്, ITക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. എന്നല്ല, നിങ്ങൾക്ക് ഡിപ്ലോമക്കാർക്കും BTechകാർക്കും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. സോ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. സ്കിൽഡ് അസിസ്റ്റന്റ് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കേണ്ട ഒരു എക്സാം തന്നെയാണ്. നമുക്ക് അതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. അതായത് നിങ്ങൾ ഓൾറെഡി ട്രേഡ് എക്സാമിനൊക്കെ വേണ്ടി, ട്രേഡ് ഇൻസ്ട്രക്ടറിനൊക്കെ വേണ്ടി പഠിച്ചിട്ടുള്ള സെയിം സിലബസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്താണ്, ബേസിക്സ് ഇലക്ട്രിസിറ്റി ഓഫ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ആ ഒരു ടോപ്പിക്കാണ്. മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ ഓംസ് ലോ, കിർച്ചോഫ് ലോ, അതായത് സർക്യൂട്ട്സിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. ഞാൻ ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. അതേപോലെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിസം, ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, അതിൽ പാരാ, ഡയാ, ഫെറോ മാഗ്നറ്റിക് വരുന്നുണ്ട്, MMF, ഫ്ലക്സ്, ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്.
ദെൻ മൊഡ്യൂൾ 4ലേക്ക് വരികയാണെങ്കിൽ AC ഫണ്ടമെന്റൽസ് ആണ് വരുന്നത് കേട്ടോ. AC ഫണ്ടമെന്റൽസ് ആണ് മൊഡ്യൂൾ 4ൽ വരുന്നത്. മൊഡ്യൂൾ 5ലേക്ക് വരികയാണെങ്കിൽ DC മെഷീൻസ് വരുന്നുണ്ട്. മൊഡ്യൂൾ 6ലേക്ക് വരികയാണെങ്കിൽ AC മെഷീൻസ് ആണ് വരുന്നത്. ദെൻ മൊഡ്യൂൾ 7ലേക്ക് വരികയാണെങ്കിൽ മൊഡ്യൂൾ 6 കഴിഞ്ഞ് മൊഡ്യൂൾ 7ലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 7ൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. അതിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് പഠിക്കാനുണ്ട്, ട്രാൻസ്ഫോമേഴ്സ് പഠിക്കാനുണ്ട്. ദെൻ മൊഡ്യൂൾ 8ലേക്ക് വരികയാണെങ്കിൽ ഇല്യൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. സോ ആ ഒരു ടോപ്പിക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ വന്നിട്ടുള്ളത്. മൊഡ്യൂൾ 9ലേക്ക് വരികയാണെങ്കിൽ പവർ സിസ്റ്റം, അതിൽ പവർ ജനറേഷൻ ഓഫ് സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ ആണ്. മൊഡ്യൂൾ 10 ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ. അപ്പൊ ഇങ്ങനെയാണ് മൊഡ്യൂൾസുകൾ, 10 മൊഡ്യൂൾസുകളായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ റെഫർ ചെയ്യേണ്ട, അതായത് നിങ്ങൾ നിമിയുടെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് അതിലത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രേഡ് ഇൻസ്ട്രക്ടറിന് വേണ്ടിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുന്ന ആളുകളാകുമ്പോൾ തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന ഈ എക്സാമും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. സോ ഈ അവസരം ആരും മിസ് ചെയ്യരുത്. ഞാൻ ആ അവസരം മിസ് ചെയ്യരുത് എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്ക്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഈ എക്സാമിന് എല്ലാ ആളുകളും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് 14/2024 ആണ്. 2024 കാറ്റഗറി നമ്പർ 14 ആണ്. നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഈ അവസരം ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേപോലെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇത് എങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ സിലബസ് കൃത്യമായിട്ട് എൻട്രി കംപ്ലീറ്റഡ് ആയിട്ടുള്ള വീഡിയോ പാക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നല്ല വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.